നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 3-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ 3-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്താൽ, കൃപയാൽ വിശ്വാസത്താലുള്ള നീതീകരണം, അതിൻ്റെ ഉപദേശ വിഷയം, അതിനെ ന്യായീകരിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓർത്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് 7 പ്രത്യേക വിഷയങ്ങൾ ഈ 3-ാം അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയുണ്ടായി. അതിലെ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഗലാത്യരുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം എന്നുള്ളത് അവർക്ക് ബോധ്യമാക്കി കൊടുക്കുകയാണ്, പ്രവൃത്തിയാലല്ല. അതിനായിട്ട് അപ്പോസ്തലൻ 4 ചോദ്യങ്ങൾ അവരോട് ഉന്നയിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ആർക്കറിയാം അല്ലേ? ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചത് എങ്ങനെയാണ്? വിശ്വസിച്ചിട്ടാണോ ആത്മാവിനെ പ്രാപിച്ചത്, അതോ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാലാണോ? അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഉത്തരം എങ്ങനെയായിരുന്നു? വിശ്വസിച്ചിട്ട് മാത്രമാണ്, അല്ലെ വിശ്വാസത്താൽ മാത്രമാണ് അവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ, വിശ്വസിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അത് അവരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. രണ്ടാമത്തെ ചോദ്യം, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അതിന് യേസ് എന്നുള്ള ഉത്തരം, അതെ വിശ്വാസത്താൽ മാത്രമാണ് എന്ന് ഉള്ള ഉത്തരം മനസ്സിൽ വെച്ചുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ആത്മാവിൽ നിങ്ങളുടെ ജീവിതം, അല്ലെ ഈ ക്രിസ്ത്യ ജീവിതം ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുമ്പോൾ, അതിന്റെ വിശദീകരണമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഓർത്തത്. അതിന്റെ ശരിയായ ആശയം എന്ന് പറഞ്ഞാൽ ആത്മീയ ജീവിതം അത് തുടക്കത്തിൽ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞ പോലെ ആത്മാവിനെ പ്രാപിച്ചത്, വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടത് ഒക്കെ വിശ്വാസത്താലാണ്. ഇനി ആ മുമ്പോട്ടുള്ള ജീവിതം അതിന്റെ പര്യവസാനത്തിലേക്ക് അത് ആകുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരാളുടെ മരണം കൊണ്ടോ അല്ലെങ്കിൽ കർത്താവിന്റെ വീണ്ടും വരും, അതാണല്ലോ ആ ജീവിതത്തിന്റെ അവസാനം എന്ന് പറയുന്നത്. അത് അത്രയും വരെ മുമ്പോട്ട് പോകുന്നത് സംഭവിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിനും ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. എന്താണ്? കൃപയാൽ വിശ്വാസത്താൽ മാത്രം. അതായത് ഈ പറയുന്ന രക്ഷിക്കപ്പെട്ട ആ ദിവസം മുതൽ, അല്ലെ ആ നിമിഷം മുതൽ ആ വ്യക്തിയുടെ ക്രിസ്തീയ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന ആ യാത്ര, അല്ലെങ്കിൽ ആ നടപ്പ്, അത് ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതമായിരിക്കണം എന്നാണ് നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചത്. അല്ലെങ്കിൽ അതിനെ നമ്മൾ കുറച്ചുകൂടെ നല്ല ഭാഷയിൽ പറഞ്ഞു, ഇതിൻ്റെ പേരാണ് വിശുദ്ധീകരണം അഥവാ സാങ്ക്ടിഫിക്കേഷൻ. സാങ്ക്ടിഫിക്കേഷനെ അല്ലെങ്കിൽ വിശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നോക്കാനിടയായി തീർന്നു. നീതീകരണം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ചാണെങ്കിൽ, വിശുദ്ധീകരണം എന്തിനെ സംബന്ധിച്ചാണ്? കേൾക്കാൻ മേല. ദേഹിയുടെ രക്ഷയാണ്, അല്ലെങ്കിൽ നമ്മളെ ദേഹി രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത്, നമ്മൾ വർത്തമാനകാലത്തിൽ ഉള്ള രക്ഷ എന്ന് പറയുന്ന ആ ദേഹിയുടെ രക്ഷയാണ് ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ആത്മാവ് രക്ഷിക്കപ്പെട്ടു ഒരു നിമിഷം കൊണ്ട്, നമ്മൾ പാടുന്ന പോലെ രക്ഷിക്കപ്പെട്ടു ക്ഷണത്തിൽ. പക്ഷേ ദേഹി അത് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഇനി ശരീരത്തിന്റെ രക്ഷയോ? അത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നുള്ളൂ. അതാണ് തേജസ്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഈ രക്ഷയുടെ പദ്ധതിയിൽ തന്നെ ഉള്ളതാണ്. നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ദേഹം, അല്ലെങ്കിൽ ആത്മാവ് രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താൽ, കൃപയാൽ വിശ്വാസത്താൽ. ദേഹി രക്ഷിക്കപ്പെടുന്നതോ അത് പ്രവർത്തിയാലാണോ? ന്യായപ്രമാണത്തിന്റെ പ്രവർത്തിയാലാണോ? ഈ യൂദായിസം പഠിപ്പിക്കുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ രക്ഷിക്കപ്പെട്ടു, പക്ഷേ നമ്മൾ ആ രക്ഷ പൂർത്തീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ വളർച്ചയിലേക്ക് പോകണമെങ്കിൽ, സ്പിരിച്വൽ മച്യൂരിറ്റി വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളിലൂടെ അനുസരിക്കണം, പരിശോധന കേൾക്കണം, പെരുന്നാളുകൾ അതുപോലെയുള്ള കാര്യങ്ങൾ അത് ചെയ്യണം, വിശേഷ ദിവസങ്ങളെല്ലാം ആചരിക്കണം. ഇങ്ങനെയെല്ലാം പോയാൽ മാത്രമേ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തത്തുള്ളൂ. ഇതിനെയാണ് അപ്പോസ്തലൻ വളരെ നിശിതമായി വിമർശിച്ചിട്ട് ചോദിക്കുന്നത്, ആത്മാവിൽ ആരംഭിച്ചിട്ട് പിന്നെ ജഡത്തിന്റെ പ്രവൃത്തി കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുമോ? ഉത്തരം ഒരിക്കലും പറ്റത്തില്ല. ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, ഒരിക്കലും ചേർന്ന് പോകുന്നതല്ല, കോമ്പിനേഷൻ അല്ല. ഇത് രണ്ടും 2 ധ്രുവങ്ങളിലുള്ള കാര്യമാണ്. അതായത് ഒന്ന് പ്രവൃത്തിയാൽ പിന്നെ രക്ഷപ്പെടാമോ എന്ന് ശ്രമിക്കാൻ പറയുന്നു ന്യായപ്രമാണം. അത് നടക്കത്തില്ല എന്നുള്ളത് അതോടൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇവിടെ വിശ്വാസത്താൽ മാത്രം, അതും ദൈവത്തിന്റെ കൃപയാൽ മാത്രം നമുക്ക് ആ വിശ്വാസം എന്ന മാർഗത്തിലൂടെ ഈ വിശുദ്ധീകരണത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതിനോടനുബന്ധിച്ച് അപ്പോൾ പ്രവൃത്തികളില്ലേ എന്നൊരു ചോദ്യം ന്യായമായിട്ട് വരാം. തീർച്ചയായിട്ടും ഇല്ലേ? നമ്മൾ അനുദിനം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തികളല്ലേ ചെയ്യുന്നത്. അപ്പൊ അത് പ്രവൃത്തിയല്ലേ? അല്ലേ ചാൻ? അല്ല, ഞാൻ ചോദിച്ചത് നീതീകരണം അത് കഴിഞ്ഞു. വിശുദ്ധീകരണത്തിൽ നമ്മൾ കുറെ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അനുസരിക്കുന്നു, കീഴ്പ്പെടുന്നു. ഞാൻ ആ റോമാലേഖനത്തിൽ നിന്ന് 3 ടേം പറഞ്ഞായിരുന്നു.
ഒന്ന് നമ്മളെ തന്നെ മരിച്ചവരായി എണ്ണുന്നു, അല്ലെ മരിച്ചിട്ട് ജീവിക്കുന്നവരായിട്ട് എണ്ണുക, പിന്നെ സമർപ്പിക്കുക, സേവിക്കുക, റെക്കൺ, പിന്നെ സബ്മിറ്റ് ആൻഡ് സെർവ്. 3 വാക്കുകൾ പറയും. ഇതൊക്കെ പ്രവൃത്തിയല്ലേ? അതെ. അപ്പൊ അത് പ്രവൃത്തിയല്ലേ? അതാണ് എന്റെ ചോദ്യം. അതെ, വേണം, ഞാൻ അംഗീകരിക്കുന്നു. എന്റെ ചോദ്യം ഒന്നുകൂടെ ചോദിക്കാണ്, നമ്മൾ പ്രവൃത്തി വേണ്ട. ദാറ്റ്സ് എ പോയിന്റ്. രക്ഷയ്ക്കായിട്ടല്ല. പിന്നെ ഈ പ്രവൃത്തി എന്താണ്? ഈ പ്രവൃത്തി രക്ഷയ്ക്കായിട്ടല്ല, അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ പറയാം, ഇത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. മനസ്സിലായോ? നമ്മൾ സ്നാനപ്പെടുന്ന ഒരു പ്രവൃത്തിയല്ലേ? അല്ലേ? അല്ല രക്ഷയ്ക്കായിട്ടല്ല എന്ന് സംബന്ധിച്ചു, പക്ഷെ ഒരു പ്രവൃത്തിയല്ലേ? ആ പ്രവൃത്തിയുടെ പ്രത്യേകത തന്നെ യാക്കോബിന്റെ ലേഖനം പഠിക്കുക, അല്ലെങ്കിൽ യാക്കോബിന്റെ ലേഖനത്തിൽ വ്യത്യസ്തമായിട്ട് വളരെ വിശദമായിട്ട് എഴുതിയിരിക്കുകയാണ്. പ്രവൃത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന വിശ്വാസം കാണിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതിനെ ഒറ്റ വാക്യം ഇങ്ങനെ പറയും, ഇത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. അത് തന്നെയാണ് എഫെസ്യർ ലേഖനത്തിൽ പറയുന്നത്, സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഫിലിപ്പി ലേഖനം പറയുമ്പോൾ അതിനെ വേറൊരു വളരെ മനോഹരമായ ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്നാണ് മലയാളത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്. ഫിലിപ്പി ലേഖനം ആ വാക്യം വായിക്കണോ? 2-ാം അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഫിലിപ്പി ലേഖനം 2:12. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി വായിച്ചു വളരെ കുഴപ്പമുണ്ടാക്കരുത് എന്ന് നിങ്ങൾ പറയരുത്. ഇവിടെ എഴുതിയാണ് രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. സംശയമുള്ളവർക്ക് റെഫറൻസ് ഒന്നുകൂടെ പറയുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണ് വായിച്ചത്. ഇതെന്താണെന്നറിയോ? മലയാളത്തിൽ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എഴുതിയിരിക്കുന്നതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മലയാളത്തിൽ കുറച്ചുകൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങളുടെ രക്ഷയെ പ്രവൃത്തിപഥത്തിലാക്കി കാണിക്കുക. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് പ്രവർത്തിച്ച് അല്ലെങ്കിൽ ജീവിച്ച് കാണിക്കുക. അതാണ് ഈ പറഞ്ഞ സംഭവം. അതായത് വിശുദ്ധീകരണം, അല്ലെങ്കിൽ അനുദിന നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള പോക്ക്, അത് സാങ്ക്ടിഫിക്കേഷൻ, നമ്മുടെ ഈ ദേഹിയുടെ രക്ഷ, അത് നമ്മൾ പ്രവൃത്തിയാലല്ല, മറിച്ച് വിശ്വാസത്താൽ തന്നെയാണ്. പക്ഷെ ആ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? ക്രിസ്തീയ ജീവിതത്തിൽ പുറപ്പെട്ട് വരുന്നുണ്ടാവും. ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ആ ജീവിതം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്. ആത്മാ നിറവിലുള്ള ജീവിതം, ആത്മാവിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം, അവിടെ തീർച്ചയായിട്ടും എന്തുണ്ടാവും? സൽപ്രവൃത്തികൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ടാവും. നമ്മളിൽ നിന്ന് ദുഷ്പ്രവൃത്തി അല്ല, മറിച്ച് ഒരിക്കൽ നമുക്ക് എന്തായിരുന്നു റോമലേഖനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ നന്മ ചെയ്യണമെന്ന്, അല്ലേ? പക്ഷെ സംഭവിക്കുന്നത് എന്താ? ആഗ്രഹിക്കാത്ത തിന്മ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരിക. നമുക്ക് ഇച്ഛിക്കാത്ത തിന്മ, അതായത് നമ്മൾ ഒരു തരത്തിലും അത് ചെയ്യരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം, നമ്മുടെ താല്പര്യം. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് ജഡം എന്ത് ചെയ്യുക? നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കുക. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഭാഷ പറഞ്ഞാൽ, നമ്മളുടെ കർത്തൃത്വം എന്ന് പറയുന്നത് പാപത്തിനായിരുന്നു. അപ്പൊ പാപത്തിന്റെ ദാസനായുണ്ട്. റോമലേഖനം 6-ാം അധ്യായം. രണ്ട് തരത്തിലുള്ള ദാസന്മാരാണ് നമുക്ക് ആയിരിക്കാൻ പറ്റും. ഒന്നെങ്കിൽ പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്ക് ദാസന്മാർ. അപ്പൊ ഈ പാപത്തിന്റെ ദാസനായിരിക്കുന്നതോളം എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ഇച്ഛിക്കാത്ത, ആഗ്രഹിക്കാത്ത ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരിക്കൽ നീതീകരിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കർത്തൃത്വം, ഡ്രൈവിംഗ് സീറ്റ്, അതിൽ ആള് ചേഞ്ച് ആയി. മനസ്സിലായി? നിയന്ത്രണം ആർക്ക് പോയി? കർത്താവിന് പോയി. ഇത് ഭയങ്കര ഒരു സംഭവമാണ്. ഇതിന്റെ സയൻസ്, അതിന്റെ കെമിസ്ട്രി എന്ന് പറയുന്നത് ദൈവം എത്ര മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അത് വളരെ ലളിതമാണ്. വളരെ ലളിതമാണെങ്കിലും വളരെ ഘനതരവുമാണ്. മനസ്സിലായോ? അതിശയകരമാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനക്കാരൻ പറയുന്നത്, ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിവഴിയും. മനസ്സിലായോ? അപ്പൊ ദൈവം അതിനുവേണ്ടി മുടക്കിയിരിക്കുന്ന മുതൽ വളരെ വലുതാണ്. അതിനുവേണ്ടി ചെയ്തിരിക്കുന്ന മാർഗങ്ങൾ, അല്ലെ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വലിയ 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 സത്യങ്ങൾ, അത് എത്രയോ വലുതാണ്. ഒരു സാധാരണ മനുഷ്യന്റെ ലോജിക്കിൽ ആലോചിച്ചാൽ ഒരു പരിധിക്കപ്പുറം നമുക്കൊന്നും കിട്ടത്തില്ല. എന്നാൽ അതിനെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഇത്ര വലിയ രക്ഷ അത് ദൈവമേ നീ ഞങ്ങൾക്ക് തന്നല്ലോ, അതിന് അതും നിന്റെ കൃപയാൽ അംഗീകരിക്കാനായിട്ട് ഇടയായിത്തീർന്നല്ലോ കർത്താവേ, സ്തോത്രം. ഇത് പറഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ദേഹിയുടെ രക്ഷയാണ്.
അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ആ പ്രവൃത്തിയും കൃപയാൽ വിശ്വാസത്താലുള്ള പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. അതും നമുക്ക് സാധിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. അതിന് നമ്മളെ സഹായിക്കാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഉള്ള ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സൽപ്രവൃത്തികൾ നമ്മളിൽ നിന്ന് ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒത്തിരി വിശദമായി പറഞ്ഞുകൊണ്ട് ഇനി അതിലേക്ക് പോകണില്ല. എങ്കിലും ഒരു ചോദ്യം ചോദിക്കാൻ, ഈ വിശുദ്ധീകരണത്തിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? 2 മാർഗങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്താ വിശുദ്ധീകരണത്തിനുള്ള മാർഗങ്ങൾ? ദൈവവചനം, പിന്നെ ക്രിസ്തുവിന്റെ രക്തം. വെരി ഗുഡ്. അപ്പോ ദൈവവചനത്തിലൂടെ നമുക്ക് ആ കഴുകൽ പ്രാപിക്കാം. യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് മറ്റൊരു പ്രയോഗം പറഞ്ഞു, അത് കണ്ണാടിയാണ്, നമ്മളെ തന്നെ വ്യക്തമായി കാണിക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താണ്? വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. ഇത് നമ്മുടെ കയ്യിലിരുന്നിട്ട് അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ വചനം ക്രമമായി ധ്യാനിച്ച് അതിനെ ചിന്തിക്കുന്നവരാകണം. അതുകൊണ്ട് ആണ് നമുക്ക് ഈ കഴുകൽ നടത്തുവാനായിട്ട് സാധിക്കുന്നത്. അതിനാലാണ് നമുക്ക് നമ്മുടെ മുഖം വ്യക്തമായിട്ട് നമ്മളെ തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ ഉപാധി എന്താണ്? യേശു ക്രിസ്തുവിന്റെ രക്തം. വാക്യങ്ങൾ നമ്മൾ വായിച്ചാണ്. ആ രക്തത്താൽ നമുക്ക് കഴുകലുണ്ട്. അത് ഇന്നും നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിച്ചുകൊണ്ട് വാദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവുണ്ട്. ആ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണമുണ്ട്. നമ്മൾ ഒരു വാക്ക് പറഞ്ഞത് ഈ വിശുദ്ധി ജീവിതത്തിനായിട്ട് ഉത്സാഹിക്കണമെന്നാണ്. എബ്രായ ലേഖനത്തിൽ നിന്ന് 12-ാം അധ്യായത്തിൽ നിന്ന് പെർസ്യൂയിങ് ഹോളിനെസ് എന്നാണ് പറയുന്നത്. അതായത് ഇതിൽ നമ്മുടെ ഒരു ശ്രമം ഉണ്ടാകണം. അതാണ് ഫിലിപ്പി ലേഖനത്തിൽ നിന്ന് ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിച്ചത്. രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നല്ല അതാണ്. നമ്മൾ സാധാരണ ഫിസിക്കൽ എക്സസൈസിനായി വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ, ബോഡി ബിൽഡിങ്ങിനൊക്കെ. അതുപോലത്തെ ഒരു വലിയ പണിയാണിത്. നമ്മുടെ ജീവിതത്തെ കർത്താവിനായിട്ട് സമ്പൂർണ്ണമായി സമർപ്പിക്കണം. ഒപ്പം നമ്മളെ തന്നെ ക്രൂശിക്കപ്പെട്ടവരായിട്ടും ക്രൂശിക്കപ്പെട്ടിട്ട് അല്ലെ മരിച്ചിട്ട് ജീവിക്കുന്നവരായിട്ട് എണ്ണിക്കൊണ്ട് അവൻ്റെ സേവ ചെയ്യാൻ സെർവൻ്റായിട്ട് കർത്താവിൻ്റെ ദാസൻ അല്ലെ നീതിക്ക് ദാസൻ എന്നുള്ള നിലയിൽ സമർപ്പണത്തോടെ സമീപിച്ചാൽ തീർച്ചയായിട്ടും ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഇങ്ങനെയൊന്നും വിശദീകരിക്കപ്പെട്ടിട്ടില്ല, അല്ലെ ആ കറയും ചുളുക്കമൊന്നും പോകുന്നില്ലെങ്കിൽ കർത്താവ് ഒരു കാര്യമോടെ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടോ? മറക്കല്ലേ. ഇങ്ങനെയൊക്കെ നമ്മളെ ശുദ്ധീകരിക്കാനായിട്ടുള്ള പ്രോസസ്സും അതിൻ്റെ മാർഗങ്ങളൊക്കെ ദൈവം വെച്ചിട്ടുണ്ടെങ്കിലും ഇതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ശുദ്ധീകരണം പൂർത്തിയായില്ലെങ്കിൽ ബാലശിക്ഷ എന്ന് പറഞ്ഞ ഇടപാടുണ്ട്. അത് വരാതിരിക്കട്ടെ. നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. ഈ നിലയിൽ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതം, നമ്മുടെ ആ അനുദിന വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ, അതും ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ്. സ്ഥാനീയമായിട്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. പക്ഷേ അക്ഷരികമായി അല്ലെങ്കിൽ യഥാർത്ഥമായിട്ട് അതിനെ നമ്മുടെ അനുഭവമാക്കി തീർക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത വാക്യം വായിക്കാം. ഇപ്പം നമ്മൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് സമാപിക്കുന്നത് എങ്ങനെ എന്നുള്ള ആ ചോദ്യമാണ് ചോദിച്ചത്. 3-ാം വാക്യം. അടുത്ത 2 വാക്യങ്ങൾ ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചു പോകും. 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. വെറുതെ അത്രയെന്ന് വരികിൽ എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. 4-5 വാക്യങ്ങൾ. 4 ചോദ്യങ്ങളാണ്. 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 1-ാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ആത്മാവ് നിങ്ങൾ പ്രാപിച്ചത് എങ്ങനെയാണ്, ആത്മാവ് ലഭിച്ചത് എങ്ങനെയാണ്. 2-ാമത്തെ ചോദ്യം, നിങ്ങളുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് നടന്നത്. ഉത്തരം വളരെ ഒറ്റ വാക്കിൽ വളരെ സ്പഷ്ടമാണ്, വ്യക്തമാണ്. എങ്ങനെയാണ്? കൃപയാൽ വിശ്വാസത്താൽ മാത്രം. വിശുദ്ധീകരണം നീതീകരണവും നടന്നത് ആത്മാവിനെ പ്രാപിച്ചതൊക്കെ ഒരൊറ്റ മാർഗത്തിലൂടെ. അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയെല്ലാം സഹിച്ചത് അനുഭവിച്ചത് വെറുതെ ആയല്ലോ. ഡിഡ് യു സഫർ ഇൻ വെയിൻ? നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 14:21-22. അപ്പോസ്തല പ്രവൃത്തി 14 നമ്മുടെ ഗലാത്യ ലേഖനത്തോട് അനുബന്ധിച്ച് തീർച്ചയായിട്ടും നമ്മൾ വായിക്കേണ്ടതാണ്. ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ അധ്യായങ്ങൾ പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റോമാലേഖനം 6-ാം അധ്യായം വായിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു, വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 14:21-22. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു പോയി. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ 22 ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകും. ഈ സ്ഥലങ്ങൾ ഏതൊക്കെയാ? ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ, ഇതൊക്കെ എവിടെയാണ്? ഈ സ്ഥലങ്ങൾ എവിടെയാണ്?
വല്ല പിടുത്തമുണ്ടോ? തിമോത്തിയോസ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷെ നമ്മൾ ഗലാത്യ ലേഖനം പഠിക്കുന്നതുമായിട്ട് ഇതിന് വല്ല ബന്ധമുണ്ടോ ഈ സ്ഥലങ്ങൾക്ക്? ഇതെവിടെയാണിത്? ഇത് ഗലാത്യ പ്രവിശ്യയിലെ അല്ലെങ്കിൽ ഗലാത്യയിലെ സഭകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ലുസ്ത്ര, ദെർബ, ഇക്കോന്യ, ഇതൊക്കെയാണ്. മനസ്സിലായോ? അപ്പൊ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒന്നാം മിഷണറി യാത്രയിൽ പൗലോസും ബർന്നബാസും കൂടി പോയപ്പോഴാണ് ഈ സ്ഥലങ്ങളിലെല്ലാം സുവിശേഷം പ്രചരിപ്പിക്കുകയും അങ്ങനെ അവിടെ സ്ഥലസഭകൾ ഉണ്ടാവുകയും ചെയ്തത്. അവിടെ അവരോട് പറയാണ് നാം വിശ്വാസം നിലനിൽക്കണം എന്നും അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ ഇവര് അവിടെ ഇരുന്നപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞു. പ്രിയപ്പെട്ട ഗലാത്യരെ സഹോദരന്മാരെ, നമ്മൾ വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു, ആത്മാവിനെ പ്രാപിച്ചു ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു കാര്യം കൂടെ ഉണ്ട്, അനേക കഷ്ടങ്ങളിൽ കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് സാധ്യതയുള്ളത്. കാരണം എന്താണ്? 14 അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. 14:1 ആ പേജ് തന്നെ. അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം തക്കവണ്ണം സംസാരിച്ചു. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു. ഒരു പ്രയോഗം, വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. ഈ നോർമലി ഇവരുടെ അപ്പോസ്തലന്മാരുടെ ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ചെന്നാൽ ആദ്യമായിട്ട് എവിടെയായിരിക്കും സുവിശേഷം പറയുന്നത്? യഹൂദന്മാർ അല്ലെങ്കിൽ അവരുടെ സിനഗോഗുകൾ ഉണ്ടോ എന്ന് തപ്പോ, അല്ലെങ്കിൽ അവർ പ്രാർത്ഥനയ്ക്കായിട്ട് ഏതെങ്കിലും സ്ഥലം കൂടി വരുന്നുണ്ടോ എന്ന് നോക്കുക. അവിടെ പോയിട്ട് സുവിശേഷം പറയും. അപ്പോൾ അവർ തിരുവെഴുത്തുകളെ, അതായത് പഴയ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെയാണ് അപ്പോസ്തലനായ പൗലോസ് കൂടുതൽ സമയങ്ങളിൽ സംസാരിച്ചിരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? ചില യഹൂദന്മാര് വിശ്വസിക്കും, അവര് വേർപെട്ട് മുന്നോട്ട് വരും. പക്ഷെ ഇതിനൊപ്പം തന്നെ പിശാചു എന്ത് ചെയ്യുന്നുണ്ട്? അതിന് മുമ്പ് തന്നെ പുള്ളി അവിടെ എല്ലാ പ്രവർത്തനവും നടത്തുന്നുണ്ട്. ആ കൂട്ടത്തില് ഏറ്റവും മെയിൻ ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഈ അവിടുത്തെ ലോക്കൽ ആൾക്കാരെ കുറിച്ച് കൊണ്ടല്ല. ഇവരെല്ലാം ആ ഗലാത്യർ എന്ന് പറയുന്നത് അവര് ജാതികളാണ്, യഹൂദന്മാരല്ല. അവരെ കൊണ്ടല്ല ശല്യം, പിന്നെ ആരെ കൊണ്ടാ? ഈ യഹൂദന്മാരെ കൊണ്ടാ. ഇവരെന്ത് ചെയ്യുന്നു? പൗലോസ് അവരെ ഭയങ്കരമായിട്ട് ഈ മറ്റുള്ളവരെ, അവർക്ക് അധികാരങ്ങളൊന്നുമില്ല അവിടെ. ഇവരെല്ലാം ഈ റോമൻ പ്രവിശ്യകളിൽ താമസിക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ അധികാരങ്ങളില്ല. പക്ഷേ അവിടുത്തെ ആൾക്കാരെ ഇളക്കി ഇവർക്കെതിരായിട്ട് തിരിക്കും. എന്നിട്ട് 2 കൂട്ടരുടെ കൂടി ഈ അപ്പോസ്തലന്മാരെ ആക്രമിക്കും, പിന്നെ ആരെയാ? വിശ്വാസികളെ ആക്രമിക്കും. ഇപ്പൊ നമ്മൾ ഈ ബർന്നബാസും പൗലോസും പറഞ്ഞതിന് തൊട്ട് മുമ്പത്തെ സംഭവം എന്താ പറയുക? 19-ാം വാക്യം 14-ാം അധ്യായത്തിൽ. അവിടെ പൗലോസിനെ മരിച്ചവനെന്ന് വിചാരിച്ച അവർ ഉപേക്ഷിച്ച ഒരു സംഭവമുണ്ട്. അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ മരിച്ചു എന്ന് വിചാരിച്ച് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. പക്ഷെ കർത്താവ് അതിന് ഇടവരുത്തിയില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ പൗലോസ് എന്ത് ചെയ്തു? അവരുടെ മധ്യത്തിൽ എഴുന്നേറ്റു. പിന്നെ അവിടെ നിന്ന് പോകുന്നതായിട്ടാണ് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ പോയിന്റ് ഇതാണ്. ഗലാത്യരോട് അപ്പോസ്തലൻ ചോദിക്കുകയാണ്, നമ്മൾ ഒരുമിച്ച് അല്ലെങ്കിൽ നിങ്ങൾ എന്തോരം അടിയാ കൊണ്ടത്, അല്ലെ എന്തോരം വഴക്ക, അല്ലെ എന്തോരം ബഹളങ്ങളാ, പ്രശ്നങ്ങളിലാണ് ഇടപെട്ടത്. അതിന്റെ എല്ലാ അടിസ്ഥാനം എന്തായിരുന്നു? ഇതിന്റെ എല്ലാം വിരോധികളായിട്ടുണ്ടായിരുന്ന ആരായിരുന്നു? യഹൂദന്മാരായിരുന്നു. അവർ ചുമ്മാ ഒരു രസത്തിനാണോ ഇവരെ ഉപദ്രവിക്കുന്നത്? അതിന് കാര്യം എന്താ? ഒന്ന് ആലോചിക്കും. ഇവര് ന്യായപ്രമാണത്തിന് എതിരാണ്. ഇവര് ന്യായപ്രമാണം വേണ്ടെന്ന് പറയുന്നു. പൗലോസും ബർന്നബാസും ഈ കൂട്ടർ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ന്യായപ്രമാണത്തിന് വിരോധമായിട്ട് സംസാരിക്കുന്നു, ന്യായപ്രമാണത്തിലെ പ്രമാണങ്ങളെ പരസ്യമായിട്ട് ലംഘിക്കുന്നു. ഇതാണ് അവരെ ചൊടിപ്പിക്കുന്നത്. ഇപ്പോൾ വേറൊരു സുവിശേഷം അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഒരിക്കൽ അവര് ഇടിച്ചു കളഞ്ഞ, അല്ലെ വേണ്ടെന്ന് വെച്ചാൽ, അല്ലെ യഹൂദന്മാരുടെ ഭാഷ പറഞ്ഞാൽ ഇടിച്ചു കളഞ്ഞ, അല്ലെങ്കിൽ പോട്ടെ അവര് വേണ്ടെന്ന് വെച്ച ആ കാര്യങ്ങളെല്ലാം പിന്നെയും എന്ത് ചെയ്യാം? ഈ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളെല്ലാം ഞങ്ങൾ ചെയ്തോളാം, അല്ലെ അത് ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറാണെന്ന് സമ്മതിക്കുക. ഇവരെന്തിനു വേണ്ടി അടി കൊണ്ടത്? ഇത് ചെയ്യില്ല, ഇത് ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. മനസ്സിലാവുക? ഈ പ്രമാണങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, കൃപയാൽ വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ എന്ന് പറഞ്ഞ് അംഗീകരിച്ച് ആ കേൾവിയാൽ, ആ സുവിശേഷത്തിന്റെ കേൾവിയാൽ രക്ഷിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ പ്രവർത്തനങ്ങളിൽ ഒന്നും ഇടപെടാതെ നിന്നതിനാണ് അവര് ഇത്ര ക്രൂരമായിട്ട് ഭേദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഇത്ര പ്രശ്നങ്ങളുടെ മധ്യത്തിലായി പോയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഇവർ അത് എല്ലാം ഉപേക്ഷിച്ചിട്ട് വീണ്ടും പഴയ ആ പ്രമാണങ്ങളൂടെ ഞങ്ങൾ അംഗീകരിച്ചോളാം, ഈ യൂദായിസക്കാർ പറയുന്നതും കൂടെ കാര്യമാണല്ലോ, രക്ഷ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അതുകൂടെ വേണമല്ലോ എന്ന് പറഞ്ഞാൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങൾ ഈ അടിയെല്ലാം കൊണ്ടത് വെറുതെ ഇല്ല. അതിന്റെ ഉത്തരം എന്താണ്? അങ്ങനെയല്ല. നിങ്ങൾ ഈ അടി കൊണ്ടത്
ആ അടിയുണ്ടത് എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? അതേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കണം, നിലനിൽക്കണം. തൊട്ടു മുമ്പുള്ള 2 കാര്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങൾ ഓർക്കുക. ആത്മീയ ജീവിതം ആരംഭിക്കുന്നത് അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ, വിശ്വാസത്താൽ, കൃപയാലാണ്. മാത്രമല്ല ആത്മാവിനെ പ്രാപിച്ചത് എങ്ങനെയാണ്? കൃപയാൽ, വിശ്വാസത്താലാണ്. ആത്മീയ ജീവിതം സ്പിരിച്വൽ മച്യൂരിറ്റിയിലേക്ക്, അതിന്റെ പക്വതയിലേക്ക് മുമ്പോട്ട് പോകുന്നത്, വിശുദ്ധീകരണം, അതും നടക്കുന്നത് എങ്ങനെയാണ്? കൃപയാൽ, വിശ്വാസത്താൽ മാത്രമാണ്. അപ്പൊ ഈ സഹിച്ചതൊക്കെ വെറുതെ ആയി പോവുകയല്ലേ, അങ്ങനെ ഒരിക്കലും വരരുത് എന്നാണ് പറയുന്നത്. അപ്പൊ 4ാമത്തെ ചോദ്യം, അടുത്ത എന്താണ്? ഇപ്പൊ നമ്മൾ വായിച്ചല്ലേ, നിങ്ങളുടെ ഇടയിൽ നടന്ന വീര്യപ്രവർത്തികൾ എങ്ങനെയാണ് നടന്നത്? വീര്യപ്രവർത്തികൾ നടന്നായിരുന്നോ? 14:3 വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തിയുടെ 14-ാം അധ്യായത്തിൽ നിന്ന് പോരണ്ട, അവിടെ തന്നെ നമുക്ക് 2-3 അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന് അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാനായിട്ടുള്ള വരം നൽകി. 8-ാം വാക്യം വായിച്ചേ. അമ്മയുടെ ഗർഭം മുതൽ മൃതനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി, സൗഖ്യം പ്രാപിപ്പാൻ അവൻ വിശ്വാസം ഉണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നു. പൗലോസ് ചെയ്തു. അതായത് അത്ഭുതം നടന്നു. പുരുഷാരം കണ്ടിട്ട് മതി. അതായത് ആദ്യം പറഞ്ഞ സംഭവം ഇക്കോന്യയിൽ വെച്ചാണ്. അവിടെ വെച്ച് അവര് ഈ പറയുന്ന വിശ്വാസികൾക്കും അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്കും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള വരം നൽകി. പിന്നെ അവരുടെ കയ്യാൽ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ വരം നൽകി. പിന്നീട് ഇവിടെ കാണുന്നത് അപ്പോസ്തലനായ പൗലോസ് ലുസ്ത്രയില് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരുത്തിന് എഴുന്നേൽപ്പിച്ചു നിർത്തുന്നു, അല്ലെങ്കിൽ അവനോട് കാലൂന്നി എഴുന്നേറ്റ് നിവർന്നു നിൽക്കാൻ ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഈ അത്ഭുതങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഗലാത്യരുടെ ഇടയിൽ നടന്ന അത്ഭുതങ്ങളാണ്. ഇത് ഇവിടെ എഴുതിയിരിക്കുന്ന ഇതാണെങ്കിൽ ഇതുപോലെ എത്രയോ നടന്നിട്ടുണ്ടാവും. അപ്പോസ്തലൻ ചോദിക്കുകയാണ്, ഈ അത്ഭുതങ്ങളൊക്കെ എങ്ങനെയാണ് നടന്നത്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ? ഉത്തരം എന്താണ്? ഒറ്റ ഉത്തരവുള്ളൂ, വിശ്വാസത്തിന്റെ പ്രസംഗം. കാരണം ഈ ഗലാത്യരുടെ ന്യായപ്രമാണം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, അനുസരിച്ചിട്ടില്ല. അവർ യഹൂദന്മാരല്ല. നമ്മളിത് കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞാണ്. അവര് ജാതീയരാണ്. അപ്പൊ അവർക്ക് ന്യായപ്രമാണം അവർ അംഗീകരിച്ചിട്ടില്ല, അല്ലെ അനുസരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇടയിൽ നടന്ന, അവർ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നപ്പോൾ നടന്ന ഈ വീര്യപ്രവർത്തികൾ, ഈ അടയാളങ്ങളൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ വിശ്വാസത്തിന്റെ, അല്ലെങ്കിൽ അവർ ദൈവവചനം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ, അവർ വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് മാത്രമാണ് ഈ അത്ഭുതങ്ങൾ നടക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത്. റോമലേഖനം 10-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ വിശ്വാസം, ഇത് നമുക്കറിയാവുന്ന വാക്യം, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഇവിടുത്തെ ഈ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള വർക്ക്സ്, അങ്ങനെയുള്ള ഈ പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായിട്ടുള്ള ഈ പ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, അതിനാണല്ലോ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ വീര്യപ്രവർത്തികൾ. അതെന്ന് പറയുന്നത് എന്തിന്റെ റിസൾട്ടായിരുന്നു? അവര് ദൈവത്തിന്റെ വചനം കേട്ട് വിശ്വസിച്ചതിന്റെ റിസൾട്ടായിരുന്നു. വിശ്വാസം കേൾവിയാൽ കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ. അപ്പൊ ദൈവത്തിന്റെ വചനം കേട്ടു, അതിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ആശ്രയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ആൾക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ ഇന്ന് അത്ഭുതങ്ങൾ ഉണ്ടോ? വീര്യപ്രവർത്തികൾ ഇന്നും ഉണ്ടോ? അടയാളങ്ങൾ ഇന്നും ഉണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഉണ്ടെന്നാണ്. അടയാളങ്ങളായിട്ടില്ല. ഇവിടെ ഈ പറഞ്ഞ പോലത്തെ വീര്യപ്രവർത്തികൾക്കുള്ള വരം, അതാണ് അങ്ങനെ കുറച്ചുകൂടെ സ്പെസിഫിക് ആകാൻ ചോദിക്കും. ഉണ്ടോ? നമുക്കറിയാവുന്ന വിഷയമാണ്. എങ്കിലും ഒരു
ജനറൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതൊക്കെ പലപ്പോഴും പിശാച് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില മാർഗങ്ങളാണ്. കാര്യം നമ്മൾ നാളുകളായിട്ട് ദൈവവചനം വായിക്കുകയും പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു സംശയം. ഒന്നാമതായിട്ട് അത്ഭുതങ്ങളും ഉണ്ടോ? സാറ് പറഞ്ഞ ഉണ്ടാവാം എന്നുള്ളതല്ല, ഞാൻ തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയണം, ഉണ്ട്, യാതൊരു സംശയമില്ല. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് അന്നെന്നോ ഇന്നെന്നോ ഒന്നും യാതൊരു സമയമോ കാലമോ ഒന്നും വ്യത്യാസമില്ല. എത്രയോ അത്ഭുതങ്ങൾ നടന്നത് വ്യക്തിപരമായിട്ട് എനിക്കറിയാനായിട്ട് സാധിക്കും. മാനുഷികമായ നിലയിൽ അസാധ്യമായത് ദൈവം സാധിപ്പിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ജീവിതത്തിൽ അനുഭവിച്ച് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത്ഭുതങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. ഇനി കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ആ ചോദ്യത്തിലേക്ക് വരാം. അത്ഭുതങ്ങൾ ചെയ്യാനുള്ള വരമുള്ളവരുണ്ടോ? ഇതാണ് ഇവിടുത്തെ കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. അതാണ് വരം ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. അത്ഭുതം ചെയ്യാനുള്ള വരം, അത് വരമല്ലല്ലോ. മനുഷ്യന്റെ മേൽ അത് വരും, അല്ലെങ്കിൽ മനുഷ്യൻ അത്. ഇവിടെ ഞാൻ ആ വായിച്ച വാക്യം ശ്രദ്ധിച്ചായിരുന്നു. അതൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ അത്ഭുതം എന്ന വാക്ക് മാത്രം ഉപയോഗിച്ചു. അത് ഏറ്റവും വലിയ അത്ഭുതമാണ്. ഒരു അധമ പാപി ഒരിക്കലും രക്ഷപ്പെടില്ലാന്ന് വിചാരിക്കുന്നത് ഒരുത്തൻ ആ രക്ഷയിലേക്ക് വരുന്നെന്ന് പറയുന്ന അത്ഭുതമാണ്. അത് മാത്രമല്ലാതെ ഈ പറഞ്ഞ പോലെ പല നിലകളിലുള്ളത് നമുക്ക് എണ്ണി പറയാനായിട്ട് എത്രയോ എണ്ണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണും. ഒരിക്കലും അത് അത്ഭുതം എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നടക്കത്തില്ലാത്ത കാര്യം അത് നടക്കുന്നു. അതിനാണല്ലോ നമ്മൾ അത്ഭുതം എന്ന് പറയുന്നത്. ഇവിടെ ഈ ലുസ്ത്രയിൽ ആ മനുഷ്യൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, എഴുന്നേറ്റിട്ടില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? പൗലോസ് പറഞ്ഞ ഉടനെ കുതിച്ച് എഴുന്നേൽക്കും. അതാണ് അത്ഭുതം. ഓക്കെ, നമ്മൾ ഇതിനെക്കുറിച്ച് ഒത്തിരി വിശദീകരിക്കുന്നില്ല. ഞാൻ അതിൻ്റെ ആ പോയിന്റ് മാത്രം പറയാം. എന്താണ് നമ്മൾ പറഞ്ഞത്? വരം. ആ വരം ഉള്ളത്, വരം ദൈവത്തിന് ആ വരത്തിന്റെ ആവശ്യമില്ല. ദൈവം സർവ്വ വരത്തിന്റെയും ഉടമസ്ഥനാണ്. അപ്പൊ ദൈവത്തിന് വരം ഉണ്ടെന്ന് പറയാൻ പാടില്ല. ദൈവമാണ്, സർവശക്തനാണ്, എല്ലാം ചെയ്യാനായിട്ട് കഴിയുന്നവനാണ്. ഇവിടെ നമ്മൾ ആദ്യ അപ്പോസ്തല പ്രവൃത്തിയിൽ ഞാനൊരു വാക്യം വായിച്ചു കേൾപ്പിച്ചല്ലായിരുന്നു? അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന് അവരുടെ മേൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. അത് ദൈവത്തിന് നൽകിയെന്നാണോ? അല്ല, ഈ വിശ്വസിക്കുന്നവർ വരം നൽകി. അപ്പം ആ വരം ആർക്കാണ് ഉള്ളത്? മനുഷ്യർക്കാണ്, ദൈവത്തിനല്ല. ആ ഭാഗം ക്ലിയർ ആണല്ലോ. അപ്പൊ മനുഷ്യർക്ക് ഈ വരം ഉള്ളവരുണ്ടോ? അതാണ് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഉള്ള ചോദ്യം. വചനം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ദൈവം ആ നിലയിൽ പ്രവർത്തിക്കാറുണ്ട്. എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങൾ ഈ വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഓർപ്പിച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ആ വാക്യങ്ങൾ പെട്ടെന്ന് എടുത്ത് വായിക്കാം. പെട്ടെന്ന് ആ ഒരു നമുക്ക് ആ വാക്യങ്ങൾ വേഗം ഒന്ന് വായിച്ച് പോവാം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. രോഗികൾ വായിച്ചല്ലോ. ഇത് ആര് പറഞ്ഞ? കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണ്. വിശ്വസിക്കുന്നവരാൽ എന്ന് പറഞ്ഞാൽ വിശ്വാസികളാൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളാൽ. ഇപ്പോഴത്തെ നമ്മുടെ ഗലാത്യലേഖനത്തിന്റെ ഭാഷ പറഞ്ഞാൽ നീതീകരിക്കപ്പെട്ടവരാൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. അപ്പം വിശ്വാസികളാലാണ് നടന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ കാലം, അത് ഒരു പ്രാധാന്യമുള്ള വിഷയമാണ്. അതേ അധ്യായം തന്നെ അതിന്റെ 20-ാമത്തെ വാക്യം. അത് അങ്കിൾ മുമ്പ് പറഞ്ഞാണ് എബ്രാമോസങ്ങള്. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. മനസ്സിലായോ? അപ്പൊ ഇത് എന്തിനു വേണ്ടിയാണ് ഇത് കൊടുത്തത്? വിശ്വസിക്കുന്നവരാൽ ഈ കാര്യങ്ങൾ നടക്കും. എന്നിട്ട് പറയാണ് അതേ അധ്യായത്തിൽ തന്നെ ഇത് എന്തിനു വേണ്ടിയാണ്? വചനത്തെ ഉറപ്പിക്കുന്നതിനാണ്. നമ്മൾ ഒരു കാരണവശാലും ഇതിനകത്ത് തെറ്റിപ്പോകരുത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അന്ന്, അതായത് 1-ാം നൂറ്റാണ്ടിൽ ഈ പുസ്തകങ്ങൾ എഴുതിയിട്ടില്ലാത്ത കാലത്ത് നടന്ന കാര്യം മർക്കോസ് സുവിശേഷകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിക്കുകയാണ്. മനസ്സിലായോ? കർത്താവ് നേരിട്ട് പറഞ്ഞ കാര്യം. എന്നിട്ട് അതിന്റെ ഒരു കമന്ററി പോലെ അദ്ദേഹം അതിന്റെ അടുത്ത വാക്യങ്ങളിൽ പറയാണ്, വിശ്വസിച്ചവരാൽ എന്ത് ചെയ്തു?
ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. മാത്രമല്ല അങ്ങനെ എന്ത് ചെയ്തു? വചനത്തെ ഉറപ്പിച്ചു പോകുന്നു. അപ്പൊ വചനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങൾ നടന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ അധ്യായം 12 മുതൽ 14 വരെ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇതിനോടനുബന്ധിച്ച് വായിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, ഇങ്ങനെ ഉള്ള ഈ വരങ്ങൾ നൽകിയിട്ടുള്ള ആൾക്കാര് അല്ലെങ്കിൽ ആ വരമുള്ളവര് ആദിമ സഭയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പത്രോസിനും പൗലോസിനും ഒക്കെ അങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പക്ഷേ അത് എന്തിനു വേണ്ടിയായിരുന്നു? വചനത്തെ ഉറപ്പിക്കുന്നത്. വചനം ഉറപ്പിച്ച് കിട്ടിയ സ്ഥിതിക്ക് സത്യത്തിൽ ഇതിന്റെ പ്രസക്തിയില്ല. അതാണ് അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇപ്പം അങ്കിൾ പറഞ്ഞ ഒരു സിറ്റുവേഷൻ, ഒരിക്കലും ഒരാളുടെ ഭാഷയിൽ ദൈവത്തിന്റെ വചനം ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒരു എന്താ പറയുക ഭാഷയോ അങ്ങനെ ഒരു ആളോ ഇത് വിശദീകരിച്ച് കൊടുക്കാനില്ലാത്തൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം തീർച്ചയായിട്ടും ഈ കാര്യം ചെയ്തു എന്ന് വരാം. അതിനകത്ത് നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഈ കാര്യങ്ങൾ വചനത്തെ ഉറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു എന്നുള്ളതിന് ഒരു സുപ്രധാന തെളിവുകൾ തരാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം, സ്നേഹത്തിന്റെ അധ്യായത്തിലേക്ക് വരിക. ഇതിനകത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവാനായിട്ട് പാടില്ല. നമ്മൾ ഈ അത്ഭുതം, അടയാളം, ഇങ്ങനെയുള്ള ഈ വരങ്ങളെല്ലാം ശ്രേഷ്ഠ വരങ്ങൾ ചെയ്യാനുള്ള വരം, അന്യഭാഷയുടെ വരം, ഇതെല്ലാം ശ്രേഷ്ഠ വരങ്ങളാണ് പറയുന്നത്. ഈ ശ്രേഷ്ഠ വരങ്ങളുടെ പുറകെയാണ് ആൾക്കാർ ഓടുന്നത്. എന്നാൽ 12-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം എങ്ങനെയാണെന്നറിയോ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നു, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നു, എല്ലാവർക്കും രോഗശാന്തികൾക്കുള്ള വരമുണ്ടോ? അതിൻ്റെയൊക്കെ അർത്ഥം നോ എല്ലാവർക്കും ഇല്ല എന്നുള്ളതാണ്. എന്നാൽ എല്ലാവർക്കും ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിക്കും. ഇതെല്ലാം ശ്രേഷ്ഠ വരങ്ങളാണ്. ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ അതിശ്രേഷ്ഠമായ ഒരു വരം, അതെന്നാ വരവാണ്? ആ വരമാണ് സ്നേഹം, അല്ലെ സ്നേഹിക്കാനുള്ള വരം. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. കാരണം ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ആ അഗപ്പേ ലവ് പകർന്നു തന്നപ്പോൾ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും? കർത്താവ് സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പറ്റണം, അല്ലെങ്കിൽ കഴിയണം. അതാണ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായിട്ട് നമ്മളെയൊക്കെയും ആക്കിയിരിക്കുന്നതെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം, അല്ലെ? അതാണ് ഈ പറയുന്ന രക്ഷയെ നമ്മൾ പ്രവർത്തിച്ച് കാണിക്കണം എന്ന് പറയുന്നതിന്റെ സാരം. അപ്പൊ ഈ അതിശ്രേഷ്ഠ വരം നമ്മൾ വാഞ്ചിക്കണം എന്ന് പറഞ്ഞിട്ട് ആ അതിശ്രേഷ്ഠ വരത്തെക്കുറിച്ച് പറയാണ്, സ്നേഹത്തെക്കുറിച്ച്. മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹം ഇല്ലെങ്കിൽ ഏതുമില്ല. അങ്ങനെ ആ പ്രവചനവരം അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ട് പറയാണ്. അതിന്റെ 8-ാമത്തെ വാക്യം, സ്നേഹം ഒരു നാളും ഉതിർന്നു പോകത്തില്ല എന്ന് പറഞ്ഞാൽ അത് അടർന്നു പോകത്തില്ല, അല്ലെ കെട്ടുപോകത്തില്ല. പ്രവചനവരമോ അത് നീങ്ങിപ്പോവും, ഭാഷവരമോ നിന്നു പോവും, ജ്ഞാനമോ അത് നീങ്ങിപ്പോവും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. 10-ാം വാക്യം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വൺ, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോവും. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അല്ലെ വരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അംശമായിട്ട് നമുക്ക് ലഭിച്ചിരുന്ന ഈ വരങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ്? പൂർണ്ണമായത് വരുന്നത് വരെയുള്ള പ്രയോജനം, അല്ലെങ്കിൽ മർക്കോസ് സുവിശേഷം പറഞ്ഞ ദൈവവചനത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടി. പൂർണ്ണമായത് എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. പൂർണ്ണമായത് വരുമ്പോൾ ഈ അംശമായതിന് പ്രസക്തിയില്ല. ഒരാൾക്ക് ഇന്ന് ദൈവത്തിന്റെ വചനം അവരുടെ ഭാഷയിൽ ദൈവത്തിന്, ഈ അന്യഭാഷകൾ ഇതെല്ലാം സംസാരിക്കുന്നത് എന്താണ്? 12-ാം അധ്യായത്തിൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ചാണ്. ഈ അന്യഭാഷയിലും അല്ലെ ഇങ്ങനെ സംസാരിക്കുകയോ ഇതൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ടുള്ള പൊതുവായിട്ടുള്ള ഉദ്ദേശം എന്താണ്? 1 കൊരിന്ത്യർ 12 ആണ്. അതിന്റെ ഒരു ഉദ്ദേശമുണ്ട്. എന്താണെന്നറിയോ? ഇതെല്ലാം ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, ആത്മീക വർധന, എഡിഫിക്കേഷൻ ഓഫ് ചർച്ച്. 14-ാം അധ്യായത്തിലാണ് 14-26. ആകയാൽ എന്ത്? 1 കൊരിന്ത്യർ 14-26 വാക്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. കാരണം റെഫറൻസസ് കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് നോക്കാവുന്നതാണല്ലോ. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഒരുത്തിന് സങ്കീർത്തനം, ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. സകലവും ആത്മീക വർധനയ്ക്കായിട്ട് ഉതകട്ടെ. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും കയറി അന്യഭാഷ പറയരുത്, എല്ലാവരും പ്രവചിക്കരുത്, 2-3 പേര് ചെയ്യുക. ഒരാൾ ചെയ്യുമ്പോൾ മറ്റൊരാൾ മിണ്ടാതിരിക്കുക, വ്യാഖ്യാനി ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഇതെല്ലാം പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതെല്ലാം ആത്മീക വർധനയ്ക്കായിട്ടാണ് ചെയ്യേണ്ടത്. മാത്രമല്ല ഈ അന്യഭാഷകളിലൊക്കെ അന്ന് സംസാരിച്ചത് എന്താണ്? എന്തെങ്കിലും ചില ഒച്ചയോളമായിരുന്നോ? അല്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം പറയുന്നത് അതായത് അന്ന് അത് തന്നെ. അതിന്റെ വേറൊരു പ്രയോഗം പുസ്തകത്തിൽ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിച്ചു. അപ്പം പിന്നെ പ്രവചനം പറയേണ്ടത് നിങ്ങളുടെ എരുമ ഇന്ന് ചത്തുപോകും, പിശാചിന്റെ ആക്രമണം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ കുട്ടിച്ചാത്തം വരുന്നുണ്ട്, പിന്നെന്താ പറയുന്നത്, അതുപോലെ അവിടെ കൂടോത്രം ചെയ്തു, ഇതൊന്നും അല്ല ദൈവത്തിന്റെ വൻകാര്യങ്ങൾ. അപ്പോൾ ഒരാൾ പ്രവചനം പറഞ്ഞാൽ
അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ ജ്ഞാനം അതിനുള്ള വരം ഉണ്ടെങ്കിൽ അത് കാണേണ്ടത് അല്ലെ സംസാരിക്കേണ്ടത് എന്താണ്? ദൈവത്തിന്റെ വൻകാര്യം. ദൈവത്തിന്റെ വൻകാര്യമാണ് ദൈവത്തിന്റെ വചനത്തിലുള്ളത്. ഇത് പൂർണ്ണമായി ലഭിക്കാഞ്ഞ സമയത്ത് എങ്ങനെയായിരുന്നു സംസാരിച്ചിരുന്നത്? അംശമായിട്ട് ഈ പ്രവചനത്തിലൂടെയും അന്യഭാഷയിലൂടെയും അതുപോലെ വ്യാഖ്യാനത്തിലൂടെയും ഒക്കെ എന്തായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്? ദൈവത്തിന്റെ വചനമായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ വൻകാര്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയായിരുന്നു? സഭയുടെ ആത്മീയവർദ്ധനയ്ക്ക്, എഡിഫിക്കേഷൻ ഓഫ് ദി ചർച്ച്. ആ ഒരു പോയിന്റ് വിട്ടിട്ട് ഒരു പരിപാടിയില്ല. ഇതെല്ലാം ദൈവം കൊടുത്തത് എന്തിനാണ്? ആത്മീയവർദ്ധനയ്ക്ക് വേണ്ടി. അപ്പൊ നമ്മൾ ആ പോയിന്റ് മറക്കാൻ പാടില്ല. ഏത് ശുശ്രൂഷയും ദൈവത്തിന്റെ സഭയിൽ ദൈവം നൽകിയിരിക്കുന്നത് ഒരാളിലൂടെ ചെയ്യിപ്പിക്കുന്നതിന് പിന്നിൽ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്താണ്? ആ പൊതുവിലെ നന്മ, ആത്മീക വർധന. അപ്പൊ അതിന് വിരോധമായിട്ട് ചെയ്യുന്ന ശുശ്രൂഷയും ശുശ്രൂഷക്കാരനെയും നമ്മൾ എന്ത് ചെയ്യണം? സംശയിക്കണം. അപ്പൊ പൂർണ്ണമായവൻ എന്നാണോ പൂർണ്ണമായതെന്നാണോ പറഞ്ഞത്? പൂർണ്ണമായവൻ എന്നാണെങ്കിൽ കർത്താവ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. ഒരു വസ്തുവിനെ കുറിക്കുന്ന, തീർച്ചയായും പൂർണ്ണമായത് എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. പൂർണ്ണമായത് എന്ന് പറഞ്ഞാൽ കർത്താവിനെ ഒരിക്കലും പൂർണ്ണമായത് എന്ന് പറയത്തില്ല. അത് കർത്താവ് ആരാണ്? പൂർണ്ണമായവനാണ്. അപ്പം പൂർണ്ണമായതെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം തന്നെയാണ്. ഓക്കെ, ഞാൻ അധികം വിശദീകരിക്കുന്നില്ല, നമ്മുടെ സമയം തീരാറായല്ലോ. 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതൊന്നും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ടല്ല. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? അവര് വിശ്വസിച്ചു, സുവിശേഷം കേട്ടു, വിശ്വസിച്ചു. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ. ആ ക്രിസ്തുവിന്റെ വചനത്തെ ഉറപ്പിക്കുവാൻ ഉള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ അവരുടെ ജീവിതത്തിൽ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇതൊന്നും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ടായിരുന്നില്ല, മറിച്ച് അവർ കൃപയാൽ വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ചതുകൊണ്ട് മാത്രമായി. ഒന്നാമത്തെ തൻ്റെ വാദം, അല്ലെങ്കിൽ ഈ വാദത്തെ ന്യായീകരിക്കാൻ, ഒന്നാമതായിട്ട് ഇതിനെ ന്യായീകരിക്കാൻ ഉപയോഗിച്ചത് ആ ഗലാത്യരുടെ സ്വന്തം അനുഭവമാണ്. ഗലാത്യരുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് അപ്പോസ്തലൻ വ്യക്തമായി ശക്തമായി പറയുകയാണ്, വിശ്വാസത്താലുള്ള നീതീകരണം കൊണ്ട് മാത്രമാണ് അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ടല്ല. അടുത്ത വാക്യങ്ങൾ വേഗത്തിൽ നമുക്ക് അതുകൂടെ വായിക്കാം. രണ്ടാമത്തെ ഭാഗം. രണ്ടാമത്തെ എന്താണ്? അബ്രഹാമിന്റെ ഉദാഹരണം. ഒന്നാമത്തെ കാര്യം ഗലാത്യരുടെ ഉദാഹരണം, അല്ലെ ഗലാത്യരുടെ സ്വന്തം അനുഭവം. രണ്ടാമതായിട്ട് പറയാണ് അബ്രഹാമിന്റെ അനുഭവം. 3:6 മുതൽ 9 വരെ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിയുകയും, എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. മതി. ഈ യൂദായിസക്കാരുടെ ഏറ്റവും വലിയ വാദം എന്താണെന്ന് വെച്ചാൽ പഴയ നിയമം ഞങ്ങളുടെ കൂടെയാണ്. മനസ്സിലായോ? അതായത് ഓൾഡ് ടെസ്റ്റ്മെന്റ് ഞങ്ങളുടെ പക്ഷത്താണ്. അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന 10 കൽപ്പനകൾ, കൂടാതെ 620-ലധികം കൽപ്പനകളുണ്ട് അതിനോട് ബന്ധപ്പെട്ട്. അപ്പൊ ഇത് മുഴുവൻ ഞങ്ങളുടെ പക്ഷത്താണ്. ഇതെല്ലാം അനുസരിക്കണം എന്നുള്ള ഞങ്ങൾ പറയുന്നതിനെ സമർത്ഥിക്കാനായിട്ടാണ് ദൈവം ഇതെല്ലാം തന്നിരിക്കുന്നത്. അല്ലെ, ആ ദൈവം തന്നിരിക്കുന്നതിനെ നമ്മൾ അനുസരിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതായിരുന്നു അവരുടെ വാദം. മാത്രമല്ല, അവരെന്തിനും ഏതിനും ആരെ പിടിക്കും? ഈ അവരുടെ വിശ്വഗുരുവായ മോശയെ പിടിക്കും. മോശയിലൂടെയാണ് ഞങ്ങൾക്ക് ഇത് തന്നത്. മോശ എന്ന പ്രവാചകനെ നിന്ദിക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കത്തില്ല. മോശയ്ക്ക് വിരോധമായിട്ട്, അല്ലെ ന്യായപ്രമാണത്തിന് വിരോധമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ വെച്ചു ഉറപ്പിക്കുന്നത്. ഇതായിരുന്നു അവരുടെ അവകാശവാദം. ഇവിടെയാണ് നമ്മൾ പൗലോസ് എന്ന ആ യഹൂദ പണ്ഡിതന്റെ ഏറ്റവും വലിയ കഴിവ് കാണുന്നത്. അല്ലെങ്കിൽ ദൈവം നൽകിയതാണ്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ദൈവത്തിന് ഈ ആൾക്കാരുടെയൊക്കെ വായ അടപ്പിക്കാനായിട്ട് ആരെ ഉപയോഗിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. ഇതുപോലെ യഹൂദ മതത്തിന് വേണ്ടി എരിവോടെ നടന്ന ഈ പൗലോസിനെ പിടിച്ചാരാക്കി? കർത്താവിന്റെ ശിഷ്യനാക്കി, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാക്കി. എന്നിട്ട് പൗലോസിനെ കൊണ്ട് നോക്കണം, ഇവിടുത്തെ ആ പൗലോസിലെ ആ അപ്പോളജിസ്റ്റ്, ആ തർക്കികന്റെ ഗുണം നോക്കണം. അവര് മോശയിൽ നിൽക്കുകയാണ്, പൗലോസ് അതിന് നൂറ്റാണ്ടുകൾ പുറകോട്ട് പോയി. ആരുടെ കാര്യമാണ് പറയുന്നത്? ഈ മോശയെ പറയുന്നത് മോശ അവരുടെ ഗുരു. എന്നാൽ അതിനേക്കാളും ഗ്രേഡ് കൂടിയ ആളാണ് അവരുടെ പിതാവാണ്. ആരും
അബ്രഹാം ഞങ്ങൾ അവര് കർത്താവിന്റെ കാലത്ത് പറയുന്നില്ല, ഞങ്ങള് അബ്രഹാമിന്റെ മക്കൾ, ഞങ്ങൾ ലോകത്ത് ആർക്കും അടിമകളായിട്ടില്ലെന്നൊക്കെയാ പറയുന്നത്. നുണയാ. എന്നാലും അങ്ങനെ അതിൽ അവര് ഈ പെട്രിയാർക്കിൽ, ഈ പിതൃപാരമ്പര്യത്തിൽ, ആ പിതാമഹനില് അഭിമാനം കൊണ്ടിരുന്നവരാണ്. പൗലോസ് അവരുടെ ആ വീക്ക്നെസ്സുകളാണ് ഇതിനെ ഖണ്ഡിക്കുവാനായിട്ട് പിടിക്കുന്നത്, അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത്. ചോദിക്കുകയാണ്, അബ്രഹാം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? അബ്രഹാമിന്റെ അനുഭവം നമുക്കറിയാം. പെട്ടെന്ന് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം അതിവിടെ പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15:16. 15:16. വായിച്ചു. 4-ാം തലമുറക്കാർ ഇവിടേക്കും മടങ്ങി വരും, അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. അല്ല 6 16. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ആരുടെ കാര്യം പറയുന്നത്? അബ്രഹാമിന്റെ കാര്യം പറയുന്നത്. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഈ യൂദായിസക്കാര് പറയുന്നത് നീതീകരണത്തിന്റെ അടയാളം എന്താണെന്ന് പറയുന്നത്? ന്യായപ്രമാണം അനുസരിക്കണം. അതിലെ അടയാളം എന്താ? പരിച്ഛേദന. അവരുടെ ശരീരത്തിൽ ആ അടയാളം വഹിക്കുന്നത് എന്തിനാണ്? നീതീകരിക്കപ്പെട്ടതിന്റെ സിമ്പലായിട്ടാണ്. പരിച്ഛേദന ഏൽക്കണം. 8-ാം നാൾ, അതാണല്ലോ പൗലോസൊക്കെ പറഞ്ഞത്, ഞാൻ ഇതിനെക്കുറിച്ച് പുകഴ്ത്തണമെങ്കിൽ 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവനാണ്. അപ്പോൾ ഇതായിരുന്നു അവരുടെ അവരേറ്റവും ഗാംഭീര്യത്തോടെ അവതരിപ്പിച്ചിരുന്ന അവകാശവാദം. പരിച്ഛേദന എന്ന് പറയുന്നതാണ് ഈ നീതീകരണത്തിന്റെ, അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് അവർ കാണുന്നത്. അബ്രഹാം ഇവിടെ 15-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ പറയണ, യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ലളിതമായി പറഞ്ഞ, അബ്രഹാമിനെ ദൈവം നീതീകരിക്കപ്പെട്ടവനായിട്ട് കണക്കാക്കി. ഇതെപ്പോഴായത്? അബ്രഹാം പരിച്ഛേദന ഏറ്റിട്ടുണ്ടോ ഈ സമയത്ത്? അബ്രഹാം പരിച്ഛേദന ഏൽക്കുന്ന എപ്പോഴാ? ഇത് അബ്രഹാമിന് 75 വയസ്സുള്ളപ്പോഴാണ്. മനസ്സിലായോ? 17-ാം അധ്യായത്തിലാണ്. അതെ. ഇപ്പോഴാണോ? ഈ വായിക്കുന്ന സമയത്താണോ? സോറി, ഇപ്പം 87 വയസ്സുണ്ട് അല്ലേ? സോറി 86 വയസ്സുണ്ട്. കറക്റ്റ്. പുറപ്പെട്ടപ്പോൾ 75 ആയിരുന്നു. അപ്പം ഒരു 11 വർഷം കഴിഞ്ഞിട്ട് 86 വയസ്സുണ്ട് ഇപ്പോൾ. ശരിയാണ്, തിരുത്തിയതിന് നന്ദി. എന്നാൽ പരിച്ഛേദന ഏൽക്കുന്ന എപ്പോഴാണ്? 17-25 24 തൊട്ട്. അബ്രഹാം പരിച്ഛേദനയേറ്റപ്പോൾ അവന് അവന്റെ മകനായ ഇസ്മായിൽ പരിച്ഛേദനയേറ്റപ്പോൾ അവന് 13 വയസ്സായിരുന്നു. അബ്രഹാമും അവന്റെ മകനായ ഇസ്മായിലും ഒരേ ദിവസത്തിൽ പരിച്ഛേദനയേറ്റു. വീട്ടിൽ ജനിച്ച ദാസന്മാരും അന്യരോട് അവൻ വിലക്ക് വാങ്ങിയവരും അവന്റെ വീട്ടിലുള്ള എല്ലാവരും അവനോടുകൂടെ പരിച്ഛേദനയേറ്റു. അപ്പൊ ഇതെന്നാ സംഭവിച്ചത്? ഒരു 13 വർഷം കൂടെ കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ പരിച്ഛേദന എന്ന അടയാളം ശരീരത്തിൽ സ്വീകരിക്കുന്നതിനേക്കാൾ അതിനൊക്കെ എത്രയോ നാളുകൾക്ക് മുമ്പ് ദൈവം അബ്രഹാമിനെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നീതീകരിക്കപ്പെട്ടവനായിട്ട് കണ്ടു. മനസ്സിലായോ? എന്തൊരു മനോഹരമായ വാദമാണെന്ന് ആലോചിക്കുക. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പരിച്ഛേദന അല്ലെങ്കിൽ പ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ അതോ വിശ്വാസത്താലാണോ? ഉത്തരം വളരെ സ്പെസിഫിക്, കൃത്യമല്ലേ? വിശ്വാസത്താൽ മാത്രം. മനസ്സിലായോ? ഇതാണ് അപ്പോസ്തലനിലൂടെ പറയുന്നത്. അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായിട്ട്. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നെന്ന് തിരുവെഴുത്ത് മുന്നിൽ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. നമുക്കറിയാം, അബ്രഹാമിന്റെ പിൻതലമുറക്കാർ, അതില് യഹൂദന്മാരും ഉണ്ട്, ജാതീയരായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഏതാ ഈ ജഡപ്രകാരം നോക്കിയാൽ ഇസ്രായേൽ മാത്രമല്ലല്ലോ, മറ്റുള്ള മക്കളുടെ ഒക്കെ പിതാവ് അബ്രഹാം എന്നുള്ള നിലയിൽ. എന്നാൽ ശരിക്കും അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തപ്പോൾ നിന്നിൽ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും, അതെവിടെയാ പറഞ്ഞത്? 12-ാം അധ്യായത്തിലല്ലേ? ഈ കാര്യം തന്നെ വിളിക്കുന്ന സമയത്ത് 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലാണ്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. മനസ്സിലായോ? ഈ പറഞ്ഞ നീതി കണക്കിട്ട ആ സമയത്ത് അത് വിശ്വാസം മുഖാന്തരമാണ് നീതിമാനെന്ന് പ്രഖ്യാപിച്ചതെങ്കിൽ ഇതിന്റെ കാര്യം
എന്താ പറയുന്നത്, ഈ സുവിശേഷത്തിൽ അതിൻ്റെ ആ ഹാർമണി ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ അത് അവതരിപ്പിച്ചിരിക്കുകയാണ്. അബ്രഹാമിനോട് ആ സുവിശേഷം അറിയിച്ചു. ഇവിടെ പിന്നെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? യഹൂദന്മാർ മാത്രമല്ല അബ്രഹാമിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ പോകുന്നത്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും. അപ്പൊ അത് ആരിലൂടെയാണ്? ആരാ? എല്ലാവരും നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതില് ആരെ? യഹൂദന്മാർ മാത്രമാണോ? അതാണ് എന്റെ ചോദ്യം. അല്ല, പിന്നെ ആരൊക്കെയാ വരുന്നത്? സകല വംശങ്ങളും. അപ്പൊ ഈ അനുഗ്രഹം ആരിലൂടെയാണ്? അബ്രഹാമിന് കൊടുത്ത ആ വാഗ്ദത്തം ആരിലൂടെയാണ് നിറവേറപ്പെടാൻ പോകുന്നത്? യേശുക്രിസ്തുവിലൂടെ. അതാണ് അതിനകത്ത് പോയിന്റ്. അപ്പൊ നിന്നിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള അബ്രഹാമിക് കവനന്റ്, അബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദത്തം, അത് നിറവേറ്റപ്പെടുന്ന ആരിലൂടെയാണ്? കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. വാക്യം ഓർക്കുന്നുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം പിന്നെ 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ദൂതന്മാരെ വന്ന് ആട്ടിടയന്മാരോട് പറയാണ്, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അത് ആർക്കാ? ഒരാൾക്കല്ല, യഹൂദന്മാർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ആ യഹൂദ ഗോത്രത്തിന് മാത്രമല്ല, പിന്നെ ആർക്കാണ്? ഭൂമിയിലെ സകല ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. യേശു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ അതായിരുന്നു ആ വലിയ സന്തോഷം. അത് ഒരു ഗ്രൂപ്പിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ലോകത്തുള്ള സകല ആൾക്കാർക്കും വേണ്ടിയായിരുന്നു. അപ്പൊ നിന്നിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് മുൻകണ്ടിട്ട് പറഞ്ഞു. ആരോട്? അബ്രഹാമിനോട്. അബ്രഹാമിനോട് ആ കാര്യം പറഞ്ഞതിന് ഇവിടെ ഒരു പ്രത്യേക പദപ്രയോഗത്തിലാണ് അറിയിച്ചിരിക്കുന്നത്. എന്താണ്? ആരാണ്ട് പറഞ്ഞത്? ഉറക്കപ്പെടാം. നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ആ ടൈറ്റിൽ അതിന് പറയുന്ന വാരാണെന്ത്? അതിന് പറയുന്ന വാക്കാണെന്ത്? സുവിശേഷം. മനസ്സിലായോ? അല്ലെങ്കിൽ അപ്പോൾ പൗലോസിനെ പറയുന്നുണ്ട്, ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ചിട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്ന യേശുക്രിസ്തുവിനെ ഓർത്തോളൂ, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയാണ്. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, കർത്താവായ യേശുക്രിസ്തുവാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും എന്ന് പറഞ്ഞാൽ നിന്റെ സന്തതിയായ യേശുക്രിസ്തുവിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അത് ആണ് സുവിശേഷം. ഈ പദപ്രയോഗം വളരെ രസമായിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ നല്ല സവിശേഷമായിട്ട് തോന്നുന്നു. നിന്നിൽ സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. എത്രയോ വർഷം, ന്യായപ്രമാണം ലഭിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അത് അറിയിച്ചത്, അല്ലേ? ന്യായപ്രമാണം മോശ മുഖാന്തരം ആണ് അവർക്ക് ലഭിക്കാനിടയായിത്തീർന്നു. അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ പ്രമാണം, ആ വാഗ്ദത്തം, പ്രമാണമല്ല, ആ വാഗ്ദത്തം അബ്രഹാമിലൂടെ ദൈവം നൽകുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട്. അതിനെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, തിരുവെഴുത്ത് മുൻകണ്ടിട്ട്. ആരാ മുൻകണ്ടത്? തിരുവെഴുത്ത് മുൻകണ്ടിട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ്. തിരുവെഴുത്ത് മുൻകണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ദൈവം മുൻകണ്ടിട്ട്. മനസ്സിലായി? ദൈവം മുൻകണ്ടിട്ട്, ദൈവം മുൻകണ്ടിട്ട്. തിരുവെഴുത്ത് എന്ന് പറയുന്നത് എന്താണ്? ലോഗോസ്, ദൈവത്തിന്റെ വചനം. അപ്പൊ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്, അല്ലെ സ്ക്രിപ്ചർസ്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന സ്ക്രിപ്ചർ സൈസ് എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം. ദ ലോർഡ് ഓഫ് ദി സ്ക്രിപ്ചർ സൈസ്. മനസ്സിലായോ? വചനത്തിന്റെ ഉടമസ്ഥനായ ദൈവം പറയുന്നത്. തെളിവ് വേണോ? 2 തിമോത്തിയോസ് 3:16 വേണ്ടവർ കുറിച്ച് എഴുതുക. കൃഷ്ണങ്ങളും ഒച്ചയില്ലെങ്കിലും പറയുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ദൈവം ഉച്ഛ്വസിക്കുന്നതാണ്, അല്ലെങ്കിൽ നിശ്വസിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ തിരുവെഴുത്ത് മുൻകണ്ടിട്ടെന്ന് പറഞ്ഞാൽ ദൈവം ഉച്ഛ്വസിക്കുന്ന, അല്ലെ ദൈവം നിശ്വസിക്കുന്നതായ വചനം എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നത്, അല്ലെ ദൈവം മുൻകണ്ടിട്ട്. ദൈവത്തിന് ആദിയിൽ തന്നെ അവസാനം കാണാനായിട്ട് കഴിയുന്നതാണ് ദൈവം. അതുകൊണ്ടാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ഈ കാര്യം പറയാനായിട്ട് ഇടയായിത്തീർന്നത്. നിന്നിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതാണ് യഥാർത്ഥമായ സുവിശേഷം. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവം സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ് സുവിശേഷം. അത് സംഭവിക്കുന്നതിന്, ആശ്ചര്യമായി നടക്കുന്നതിന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അബ്രഹാമിനോട് ദൈവം ആ സുവിശേഷം പറയുവാനായിട്ട് ഇടയായിത്തീർന്നു, അല്ലെങ്കിൽ അറിയിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവം മുൻകണ്ടിട്ട്. സ്ക്രിപ്ചർ സൈസ് എന്ന് പറഞ്ഞാൽ ദ ലോർഡ് ഓഫ് ദി സ്ക്രിപ്ചർ സൈസ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്.
വിശ്വസിക്കുന്നവരെ അല്ലെങ്കിൽ നീതീകരിക്കപ്പെടുന്നു എന്നുള്ളത് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അടുത്ത വാചകം ശ്രദ്ധിക്കണം. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടും. വാഗ്ദത്തം എങ്ങനെയായിരുന്നു? പെട്ടെന്ന് ഉൽപ്പത്തി പുസ്തകം 15 അധ്യായത്തിൽ 6-ാം വാക്യം, നിന്നിൽ സകല വംശങ്ങളും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പ്രശ്നമുണ്ടോ? അപ്പൊ രണ്ടും രണ്ടല്ലേ? ഒന്ന് പറയാണ് സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. പക്ഷേ ആ കാര്യം പറഞ്ഞിട്ട് അതിന്റെ അടുത്ത വാചകത്തിൽ പറയാണ് അങ്ങനെ സകല വംശങ്ങളും അബ്രഹാമിനോടുകൂടി അനുഗ്രഹിക്കപ്പെടുന്നു അല്ലെ നീതീകരിക്കപ്പെടുന്നു എന്ന് പറയേണ്ടതിന് പകരം വിശ്വാസികൾ. അതെന്നാ മര്യാദ? അങ്ങനെ പാടുണ്ടോ? ദൈവമല്ലേ പറഞ്ഞ നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതെ, വിശ്വാസത്താൽ തന്നെ സകലവരും അനുഗ്രഹിക്കപ്പെടും. പക്ഷെ പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ. എന്താ ഇതിന്റെ കാര്യം? വിശ്വസിക്കുന്നവരെ അനുഗ്രഹിക്കപ്പെടുന്നേ. അതിനെക്കുറിച്ച് ഒരൊറ്റ വാക്കിൽ ഇങ്ങനെ പറയാം. ദൈവത്തിന്റെ ആ പ്രൊവിഡൻസ് അല്ലെങ്കിൽ ആ എന്താ അതിന്റെ ഒരു മലയാളം പറഞ്ഞത്, ദൈവത്തിന്റെ കരുതലാണെന്ത്? നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. എങ്ങനെ? വിശ്വാസത്താൽ. അല്ലെങ്കിൽ നിന്നിൽ ഭൂമിയിലെ സകലരും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? വിശ്വാസത്താൽ. പക്ഷേ ആ ഗോഡ്സ് പ്രൊവിഡൻസ്, ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത് വിശ്വാസത്താൽ എന്നുള്ള ആ കാര്യം വരുമ്പോൾ മനുഷ്യന്റെ ഒരു വിനിയോഗം അതിനകത്ത്. മനസ്സിലായോ? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗോഡ്സ് പ്രൊവിഡൻസ് ആൻഡ് മെൻസ് അപ്രോപ്രിയേഷൻ എന്ന് പറയും, അല്ല ഹ്യൂമൻ അപ്രോപ്രിയേഷൻ എന്ന് പറയും. അതായത് ഞാനൊരു ലളിതമായിട്ടൊരു ഉദാഹരണം പറയണം. നമുക്ക് ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഈ റേഷൻ കാർഡിൽ അരിക്ക് യോഗ്യതയുള്ള, അതായത് റേഷൻ അരി കിട്ടാനായിട്ട് യോഗ്യതയുള്ള എല്ലാവർക്കുമുള്ള, ഫോർ എക്സാമ്പിൾ അരിപ്പുറം അല്ലെങ്കിൽ ലാക്കാട്ടൂര് കവലയിലുള്ള റേഷൻ കടയുടെ അനുബന്ധിച്ചുള്ള കാർഡ് ഉടമകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള അരി 2 കിലോ അല്ല 1 കിലോ വെച്ചിട്ടുള്ളത് റേഷൻ കടയിൽ അനുവദിച്ചിട്ടുണ്ട്. അത് അവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അത് സർക്കാരിന്റെ പ്രൊവിഡൻസ് ആണ്, കരുതലാണ്. മനസ്സിലായോ? നമ്മുടെ ഭാരത സർക്കാരിന്റെ കരുതലാണ്. പക്ഷെ ഇത് എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. വേണ്ടവർ മേടിക്കണം. മനസ്സിലായോ? നമ്മൾ കാർഡ് കൊണ്ടുപോയി അല്ലെങ്കിൽ കൈ അവിടെ വെച്ച് തമ്പ് ഇംപ്രഷൻ കൊടുത്ത് നമ്മുടെ വിനിയോഗം അവിടെ ഉണ്ടായെങ്കിൽ മാത്രമേ വീട്ടിലേക്ക് ആര് വരുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ് മാറാനുള്ള ചോറായിട്ട് അത് മാറുള്ളൂ. ഇല്ലെങ്കിൽ അത് റേഷൻ കടയിൽ തന്നെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ മറിച്ച് വയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ പോകും. ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണമാണ്. അത് ആ രീതിയിൽ എടുത്താൽ മതി. മനസ്സിലായ സംഭവം. രക്ഷ എല്ലാവർക്കുമാണ്, പക്ഷെ എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല. എല്ലാവർക്കും ഉള്ള നീതീകരണമാണ് ആരിലൂടെ ഓഫർ ചെയ്തത്? അബ്രഹാമിലൂടെ. അബ്രഹാമിലുള്ള ദൈവത്തിന്റെ ഉടമ്പടി എന്ന് പറയുന്നത് നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങൾ അനുഗ്രഹിക്കും. പക്ഷെ ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുകയാണ്, പക്ഷെ വിശ്വസിക്കുന്നവർ മാത്രമാണ് വിശ്വാസിയായ അബ്രഹാമിനോടുകൂടി നീതീകരിക്കപ്പെടുന്നത്. ഇതിന്റെ സയൻസ് എന്ന് പറയുന്നത് ഇത് എനിക്ക് എനിക്ക് മനസ്സിലാക്കിക്കാനായിട്ട് പറ്റത്തില്ല. ദൈവത്തിന്റെ ആ മുന്നറിവിൽ അല്ലെങ്കിൽ സർവജ്ഞാനത്തിൽ ദൈവത്തിനറിയാം എല്ലാവരും ഇത് അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല. മനസ്സിലായി? അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ എഴുതുന്നത്, വിശ്വാസിയായ അബ്രഹാമിനോടുകൂടി നീതീകരിക്കപ്പെടുന്നു. എല്ലാവർക്കും ഇതിനുള്ള സാധ്യതയുണ്ട്, എല്ലാവർക്കും ഇതിനുള്ള അവസരമുണ്ട്. പക്ഷെ അത് വിനിയോഗിക്കുന്നവരെ എല്ലാവരുമല്ല. ആരാ വിനിയോഗിക്കുന്നത്? അല്ലെ, വിനിയോഗിക്കുന്നവരുടെ പേരാണ് എന്ത്? വിശ്വാസികൾ. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇതിനകത്ത് ഇനി ഒരു സംശയം വരാനായിട്ട് പാടില്ല. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമുക്കൊരു വലിയ ഭാഗ്യം, അതും ഓരോ വാക്കിൽ പറഞ്ഞാൽ കൃപയാൽ നമ്മളെ ആ വിശ്വാസികൾ എന്നുള്ള ഗണത്തിലാകുവാനായിട്ട് അവസരം തന്നു. എത്രയോ വലിയ ഒരു പദ്ധതിയാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. അങ്ങനെ വിശ്വസിച്ച് നീതിയായി കണക്കിട്ട് അബ്രഹാമിനോടൊപ്പം നീതീകരിക്കപ്പെട്ടവരായിട്ട് നമുക്കും അതിൽ പങ്കുചേരുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന്റെ കരുതൽ എല്ലാവർക്കും വേണ്ടിയാണെങ്കിലും അതിന്റെ വിനിയോഗം എല്ലാവർക്കും ലഭിക്കുന്നില്ല. അതിന് നമ്മളുടേതായ ഒരു സ്റ്റെപ്പുണ്ട്. മനസ്സിലായോ? ആ റേഷൻ കടയിലേക്ക് പോകുന്ന എനിക്കത് വേണം എന്ന് അവകാശപ്പെടുന്ന ആ ഒരു സ്റ്റെപ്പ്. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, രക്ഷയ്ക്കായിട്ട് കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാണ്. മനസ്സിലായോ? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുത്തന് ഒരു കാരണവശാലും രക്ഷിക്കപ്പെടണ്ട എന്ന് പറയുന്നവനെ രക്ഷിക്കാൻ ആർക്കും എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. മനസ്സിലായോ? ഒരാൾ കുഴിയിലേക്ക് വീണു,
കുഴിയിലേക്ക് വീണു തനിയെ ഒരു കാരണവശാലും രക്ഷപ്പെട്ടു പോരാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു മാർഗം, ഒരു ഏണിയോ അല്ലെങ്കിൽ ഒരു കയറോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൽ പിടിച്ച് പതുക്കെ ഒരാളോട് ഇറങ്ങി ചെന്നിട്ട് സഹായിച്ച് കയറ്റിക്കൊണ്ട് വരാൻ തുടങ്ങുക. ആ വ്യക്തി അതിനോട് സഹകരിക്കുന്നില്ല, ഞാൻ അതിൽ കയറത്തില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ രക്ഷപ്പെടാനായിട്ട് വേറെ മാർഗ്ഗമില്ല. ഇതൊക്കെ മാനുഷികമായി ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ്. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ഇതിനൊക്കെ അപ്പുറമാണ്. നമ്മൾക്ക് അതിനെ ഉദാഹരണങ്ങൾ വെച്ചൊക്കെ വിശദീകരിക്കുന്നതിന് വളരെ പരിമിതിയുണ്ട്. എങ്കിലും ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, അതിൻ്റെ വിനിയോഗം എന്ന് പറയുന്നത് നമ്മുടെ പക്കലുള്ള ഒരു സ്റ്റെപ്പ് ആവശ്യമാണ്. തീർച്ചയായിട്ടും കർത്താവ് അതിനുള്ള ഭാഗ്യം നമുക്ക് തന്നു. എല്ലാവർക്കും രക്ഷപ്പെടാനായിട്ടുള്ള മാർഗം ഒരുക്കി വെച്ചു. ഇന്ന് രാത്രി ഇവിടെ നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ആ നിലയിൽ ദൈവത്തിൻ്റെ ഈ വലിയ രക്ഷാപദ്ധതിയെ അംഗീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു വാക്ക് ഞാൻ ഇങ്ങനെ പറയട്ടെ, സകല വംശങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മളുമുണ്ട്. യഹൂദനെന്നോ ജാതിയെന്നോ അഗ്രയർമ്മിന്നോ പരിചയനക്കാരെന്നോ ഉള്ള ഒരു വ്യത്യാസമില്ല. അത് ആർക്കും അവരുടെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട്, നീതീകരിക്കപ്പെടുവാൻ, റൈച്ചസ് എന്നുള്ള പദവിയിലേക്ക് ഉയരുവാൻ, മാത്രമല്ല അതിനുശേഷമുള്ള എല്ലാ അനുഗ്രഹങ്ങളും അബ്രഹാമിലൂടെ വാഗ്ദത്തം ചെയ്ത ആ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കുവാനായിട്ടുള്ള അവസരമുണ്ട്. പക്ഷെ ഒരു സ്റ്റെപ്പുണ്ട്, അതിൻ്റെ വിനിയോഗം. എനിക്ക് കർത്താവേ അത് വേണം, എനിക്ക് രക്ഷ ആവശ്യമാണ്, രക്ഷയ്ക്കായി കാക്ഷിക്കണം. കാക്ഷിക്കുക എന്നത് ഏറ്റവും ശക്തമായ ആഗ്രഹമാണ്. അതെനിക്കുണ്ട്. കർത്താവേ എനിക്ക് രക്ഷ വേണം, ഞാനത് ആഗ്രഹിക്കുന്നു, എന്നെ രക്ഷിക്കണമെന്ന് ഹൃദയംഗമായി പ്രാർത്ഥിച്ചാൽ കർത്താവെ അങ്ങയുടെ കർത്തൃത്വത്തിന് ഞാൻ വിധേയപ്പെട്ട് ജീവിച്ചുകൊള്ളാം എന്ന് ഉടമ്പടിച്ചതാണ്. തീർച്ചയായിട്ടും കർത്താവ് രക്ഷിക്കും. അതിനുള്ള അവസരം ആരെങ്കിലും ഇതുവരെ അങ്ങനെ അവർക്ക് സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള അവസരമായിട്ട് ഇതെടുക്കണം. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഈ ജീവിതം നയിക്കാനായിട്ട് ഇടയായി തീരണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം ഒരൊറ്റ മാർഗമേ ഏത് കാലത്തും വെച്ചു. മനസ്സിലായോ? ആ കാര്യം എന്ന് പറയുന്നത്, ആ മാർഗം എന്ന് പറയുന്നത് ഏതാണ്? വിശ്വാസം എന്നുള്ള ഏറ്റവും ലളിതമായ മാർഗം. മനസ്സിലായോ? അവിശ്വാസമായിരുന്നു പാപത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ ദൈവത്തിന് അതിൽ വേറൊരു മാർഗം രക്ഷയ്ക്കായിട്ട് വെക്കാനില്ല, വിശ്വാസം എന്നുള്ള മാർഗമല്ലാതെ. അതുകൊണ്ട് തന്നെയാണ് ഗലാത്യ ലേഖനത്തിൽ ഇതിനെതിരെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവരോട് അപ്പോസ്തലൻ ഇത്ര രോഷാകുലനാകുന്നത്, അവരെ ബുദ്ധിയില്ലാത്തവരെ എന്ന് വിളിക്കുന്നത്, നിങ്ങൾ ഇത്രയ്ക്ക് മണ്ടന്മാരാണോ എന്ന് ചോദിക്കുന്നത്, ഇതൊക്കെ ഈ കഠിനമായ ഭാഷയൊക്കെ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വേദന കൊണ്ടാണ്. കർത്താവ് നമ്മളെ നോക്കി അങ്ങനെ ഒരു സംസാരം ഉണ്ടാകാൻ, അല്ലെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ഇടവരാതിരിക്കട്ടെ. നമുക്ക് ഈ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി പൂർണ്ണമായി ആശ്രയിച്ച് അതിൻ്റെ അനന്തര ഫലമായ വിശുദ്ധീകരണത്തിലേക്ക്, ദേഹിയുടെ രക്ഷ അത് ഏറ്റവും ഉന്നതമായ നിലയിൽ നമ്മുടെ ജീവിതം കൊണ്ട് സാധിച്ചെടുക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. മാത്രമല്ല ഇവിടെ അബ്രഹാമിൻ്റെ ഉദാഹരണത്തിലൂടെയും അപ്പോസ്തലൻ വ്യക്തമാക്കുന്ന വിശ്വാസത്താൽ മാത്രം ഉള്ള നീതീകരണം എന്നുള്ള വിഷയം അത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.